എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വേണ്ടി, അതായത് വിവിധ രോഗങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നവർ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളിൽ നമ്മുടെ വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതോടൊപ്പം തന്നെ അപകട മരണത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ധനസഹായം ആശ്വാസധനമായിട്ട് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് MLA-മാരുടെയോ അല്ലെങ്കിൽ MP-മാരുടെയോ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് അക്ഷയ സെൻറ്ററിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിൽ, ജനസേവന കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ള വീടുകളിൽ നിന്നാണ് അപേക്ഷകൾ പരിഗണിക്കുന്നത്. അതായത് സാമ്പത്തികം കുറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ളവരിൽ നിന്നാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലുമൊക്കെ ഗുരുതര രോഗങ്ങളുണ്ട് എങ്കിൽ, അവയ്ക്കുള്ള ഭീമമായിട്ടുള്ള തുക ചിലവായിട്ടുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് വിവിധ ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വരുന്നവരെ, അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും ഈ രോഗത്തിന് വേണ്ടി മരുന്ന് വാങ്ങേണ്ട അവസ്ഥ വരുന്നതാണ്. അപ്പോൾ ഇത് സ്വകാര്യ ആശുപത്രികളിലായിരിക്കും ഒരുപക്ഷെ കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തുക നഷ്ടമായി സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെടുവാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ, നമ്മുടെ രോഗവുമായി ബന്ധപ്പെടുത്തിയുള്ള മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അത് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിലായിട്ട്, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കേണ്ടതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഇവയെല്ലാം തന്നെ സമർപ്പിച്ച് നമ്മളിവിടെ അപേക്ഷിക്കേണ്ടതാണ്. പിന്നീട് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷനുകൾ നടക്കുന്നതാണ്. വില്ലേജ് അടിസ്ഥാനത്തിലേക്ക് ഫയലുകൾ എത്തുകയും പിന്നീട് വെരിഫിക്കേഷൻ സുതാര്യമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. അതിനുശേഷം ജില്ലാ കളക്ടറാണ് അംഗീകരിക്കുന്നതെങ്കിൽ 10,000 രൂപ വരെയുള്ള ധനസഹായം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള റാങ്കിലുള്ളവരാണ് അംഗീകരിക്കുന്നത് എങ്കിൽ 15,000 രൂപ വരെയുള്ള ധനസഹായം ലഭിക്കുന്നതാണ്. റവന്യൂ മന്ത്രി വരെയുള്ളവരാണ് അംഗീകരിക്കുന്നതെങ്കിൽ 25,000 രൂപ വരെയുള്ള ധനസഹായം ലഭിക്കുന്നതാണ്. ഇനി മുഖ്യമന്ത്രിയാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ പരമാവധി 3 ലക്ഷം രൂപ വരെ ധനസഹായമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി അതിൽ കൂടുതൽ ധനസഹായം ആവശ്യമുണ്ട് എങ്കിൽ മന്ത്രിസഭ കൂടുകയും അതിനുശേഷം ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇതിൻ്റെ വിതരണ പ്രക്രിയ നടക്കുന്നത്. അർഹതയുള്ളവർ നിങ്ങളെല്ലാവരും തന്നെ ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം കൃത്യമായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ നൽകുന്ന അപേക്ഷ പരിശോധിച്ച് വിലയിരുത്തുകയും കൂടുതൽ ധനസഹായം ആവശ്യമാണ് എങ്കിൽ ഉന്നത തലത്തിലേക്ക് നമ്മുടെ ഫയലുകൾ അയക്കുകയും ആവശ്യമായിട്ടുള്ള തുകയും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.